السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيد رسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. صدق الله العلي العظيم. അഭിവന്യരായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, സുപ്രഭാതം ഗൾഫ് പത്രത്തിൻ്റെ ചെയർമാൻ കൂടിയായ എൻ്റെ അഭിവന്യ സുഹൃത്ത് ജനാബ് ആബിദ് സഫാരി അവറുകളെ, സദസ്സിലും വേദിയിലും സംഗമിച്ചിട്ടുള്ള അഭിവന്യ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തിൽ സംബന്ധിച്ച നമ്മെല്ലാവരെയും ഖൈറിലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഗൾഫ് സുപ്രഭാത ലോഞ്ചിങ് പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിക്കാതെ പോയ നമ്മുടെ അഭിവന്യ ഗുണകാംക്ഷി, അഭ്യുതകാംക്ഷിയും എന്നല്ല, വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒട്ടേറെ നന്മകൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ഒരുപാട് ശ്രേഷ്ഠതകളുടെ ഉടമയുമായ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ യൂസഫ് അലി സാഹിബ് അവറുകൾ ഈ മഹത്തായ സംഗമത്തിന് നൽകിയിരിക്കുന്ന വളരെ അർത്ഥഗർഭവും കാര്യക്ഷമവുമായ അദ്ദേഹത്തിൻ്റെ സന്ദേശ പ്രഭാഷണം ഏറെ നമ്മെ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ ഉടനീളം നാം കേട്ടുകൊണ്ടിരിക്കുന്ന അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കുള്ള വികാരനിർഭരമായ പ്രാർത്ഥന, അത് ഏറെ നമ്മെ രോമാഞ്ചം കൊള്ളിച്ചിരിക്കുകയാണ്. ഈ സദസ്സ് അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് ഒന്നടങ്കം ആമീൻ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിഷയമാണ് തൻ്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അദ്ദേഹത്തിൻ്റെ മിക്ക സദസ്സുകളിലും ആ പ്രാർത്ഥന നാം കേൾക്കാറുണ്ട്. അതൊരു വലിയ മാതൃക പ്രാർത്ഥനയാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. വളരെ തിരക്കിട്ട പരിപാടികളിലും ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ ചെന്നുവിടുകയും ചെയ്യുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ എന്നും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമുക്കൊരു മാതൃകയാണ് എന്നുകൂടി പ്രത്യേകം എടുത്തു പറയാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെയും അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയെല്ലാം
പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ കടമ നിർവഹിക്കുക എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവന്റെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബാദികളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അതുപോലെ പ്രവാസികളായ നമ്മുടെ പല സഹോദരി സഹോദരങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അല്ലാഹു അവർക്കെല്ലാവർക്കും മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രത്യേകം നമ്മുടെ ആബിദ് സഫാരി അവറുകളുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോവുകയും അവരുടേതായ മാതാപിതാക്കൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥന നടത്തുന്ന ഒരു സ്വഭാവം പ്രിയപ്പെട്ട ആബിദ് സാഹിബിനും സാധാരണ കാണാറുണ്ട്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചെറിയൊരു ആശംസയിൽ എൻ്റെ പ്രസംഗം ഒതുക്കാൻ ഉദ്ദേശിക്കുകയാണ്. എന്നാലും ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സുപ്രഭാതം എന്ന ഈ ദിനപത്രം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു ദീർഘകാല അഭിലാഷമായിരുന്നു. മഹാന്മാരായ നമ്മുടെ പൂർവികരായ നേതാക്കൾ സുപ്രഭാതം എന്ന ഈ പത്രത്തിൻ്റെ ശില്പികളായിരുന്ന മഹാന്മാർ ഒരുപാട് കാലം ഇതേ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ മുൻനിരയിൽ പ്രവർത്തിച്ചപ്പോൾ ഈ സമുദായം രണ്ട് കൈയും നീട്ടി അത് സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഒരു വലിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ 6 എഡിഷനോടുകൂടി നമ്മുടെ സുപ്രഭാതം തുടങ്ങുവാൻ നമുക്ക് സാധിച്ചു. ഈ സമുദായത്തിൻ്റെ സ്വീകാര്യതയും ഈ സമുദായം അതിനെ ഏറ്റെടുക്കുകയും ചെയ്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് സമുദായം ഇത്രമേൽ ഗൗരവത്തോടുകൂടി അത് ഏറ്റെടുത്തത്? നമ്മുടെ പണ്ഡിതന്മാർ ഈ പത്രം ഇവിടെ ഇറങ്ങണമെന്ന് വാശിയോടുകൂടി പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നാം ഒന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ പത്രത്തിൻ്റെ അനിവാര്യത എത്രമാത്രമുണ്ട് എന്നതിനെ സംബന്ധിച്ച് നാം അല്പമൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ഇതൊരു ബിസിനസ് പോളിസിയല്ല. ഒരു വലിയ സമ്പത്ത് സൃഷ്ടിക്കുക എന്നതല്ല ഇതിൻ്റെ പിന്നിലുള്ള വികാരം. മറിച്ച് ഇതൊരു ധാർമ്മിക ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പത്രം ഇറങ്ങിയിരിക്കുന്നത്. ഇനിയും ഈ പത്രം നിലനിർത്തേണ്ടുന്നത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണെന്ന് നാം പ്രത്യേകം ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് ഞാൻ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട അവയവങ്ങളിലൂടെ അറിവ് സമ്പാദിക്കുക എന്നതാണ് വലിയ ലക്ഷ്യം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അല്ലാഹു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ചുക്കും അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അറിവ് സമ്പാദിക്കാനുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾ നിങ്ങൾക്ക് നൽകി. കണ്ടുപഠിക്കാനുള്ള കണ്ണ് അല്ലാഹു നൽകി. കേട്ടുപഠിക്കാനുള്ള കാതും അല്ലാഹു നൽകി. കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും സത്യമേതാണ് അസത്യമേതാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും അല്ലാഹു നമുക്ക് നൽകി. ഇവിടെ നാം വളരെ പ്രസക്തിയോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്ക് കണ്ടു പഠിക്കാം, നമുക്ക് കേട്ട് പഠിക്കാം,
പക്ഷെ ഈ കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് വേർതിരിച്ചറിയാൻ, അത് വേർതിരിച്ച് തരുന്ന ഒരു സംവിധാനം ഇവിടെ വേണം. അത് വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു സംവിധാനം അള്ളാഹു ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ ഒരു സംവിധാനം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ സത്യത്തെയും അസത്യത്തെയും നമുക്ക് വേർതിരിച്ച് വെക്കുകയും ആ അസത്യത്തെയും സത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കി തരാൻ അള്ളാഹു 1,00,000-ൽ പരം പ്രവാചകന്മാരെ അള്ളാഹു തെരഞ്ഞെടുത്തു. അള്ളാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത മഹത്തുക്കളാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ സത്യമേതാണെന്നും അസത്യമേതാണെന്നും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ സമൂഹങ്ങളോടെല്ലാം തന്നെ തിരിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവും അസത്യവും കൃത്യമായി വേർതിരിച്ച് കാണിച്ചു കൊടുക്കുകയും ആ സത്യത്തിലേക്ക് വഴി നടത്തുകയും ചെയ്തുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹോരാത്രം പരിശ്രമിക്കുകയും ആ പരിശ്രമത്തിന്റെ ഭാഗമായി അതിന്റെ ഫലമെന്നോണം 1.25 ലക്ഷത്തോളം വരുന്ന ബഹുമാനപ്പെട്ട സഹാബത്ത്, ആ സഹാബത്തിന് കൃത്യമായി സത്യമേതാണെന്നും അസത്യമേതാണെന്നും ബോധ്യപ്പെടുത്തി കൊടുത്തു. ബഹുമാനപ്പെട്ട സഹാബത്ത് അത് കൃത്യമായി മനസ്സിലാക്കുകയും ആ സത്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്തു. മഹാന്മാരായ സഹാബത്ത് എന്ന് പറയുന്നത് നാം ഒരുതരം ഏതാനും നമ്മെപ്പോലെയുള്ള ഒരു സാധാരണ മുസ്ലിങ്ങളാണെന്ന് നാം ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. മഹാന്മാരായ സഹാബത്ത് എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിവന്യരായ അവിടുത്തെ ശിഷ്യഗണങ്ങളാണ്. ആ ശിഷ്യഗണങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യത്തെയും അസത്യത്തെയും കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ആ സത്യത്തിൽ തന്നെ അവരെ വഴി നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർ മഹത്തുക്കളായി, പരിശുദ്ധാത്മാക്കളായി, അവർ ബഹുമാന്യരായി അഥവാ മാതൃകാ പുരുഷന്മാരായി. അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, നിങ്ങൾക്ക് മാതൃകയാക്കാൻ അനുയോജ്യരായ മഹത്തുക്കളാണ് എൻ്റെ സ്വഹാബത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർട്ടിഫൈ ചെയ്ത ഒരു മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട സഹാബത്ത്. ആ സഹാബത്തിലൂടെയാണ് സത്യമേതാണ് അസത്യമേതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ആ സഹാബത്തായ മഹത്തുക്കൾ അവരുടെ ശിഷ്യഗണങ്ങളായ താബിഈങ്ങൾക്ക് ഈ സത്യവും അസത്യവും കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. ആ താബിഈങ്ങളുടെ പിന്തുടർച്ചയാണ് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ. ആ താബിഈങ്ങളും വളരെ ശ്രേഷ്ഠരാണ് എന്നത് നാം പ്രത്യേകം വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രശംസിച്ച് പറഞ്ഞ മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട സഹാബത്തിൽ നിന്ന് വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയും സത്യമേതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത മഹത്തുക്കളായ താബിഈങ്ങൾ. ആ താബിഈങ്ങൾ എന്ന് പറയുന്ന മഹത്തുക്കളിലൂടെയാണ് നമുക്ക് ദീനുൽ ഇസ്ലാം നമുക്ക് പകർന്നു കിട്ടിയിട്ടുള്ളത്. നാം മനസ്സിലാക്കണം, കേരളത്തിലായിരുന്നാലും അതുപോലെ മറ്റ് കൺട്രികളിലായിരുന്നാലും ബഹുമാനപ്പെട്ട സഹാബത്ത് പലായനം ചെയ്തിട്ടുണ്ട്. മക്കയിലും മദീനയിലും പരിശോധിച്ചു നോക്കിയാൽ ഏതാനും 10,000-ൽ താഴെയുള്ള സഹാബത്തിന്റെ ഖബറുകളാണ് കാണുന്നത്. ബാക്കിയുള്ള 1.25 ലക്ഷത്തോളം വരുന്ന സഹാബത്തെല്ലാം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചെന്നുകൊണ്ട് അവിടങ്ങളിലൊക്കെ സ്ഥാപിഴീങ്ങളായ സത്യവിശ്വാസികളെ സൃഷ്ടിച്ചെടുത്തു.
ആ താബിഈങ്ങൾ നമ്മുടെ കേരളത്തിലുമുണ്ട്, താബിഈങ്ങളും കേരളത്തിലുമുണ്ട്. അങ്ങനെ ഒരു നല്ല മാതൃകയും നല്ല പാരമ്പര്യവുമുള്ള ഒരു ശൃംഖലയിലൂടെയാണ് നമുക്ക് വിശുദ്ധ ഇസ്ലാം പകർന്നു കിട്ടിയിരിക്കുന്നത്. ആ പകർന്നു കിട്ടിയിരിക്കുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ ആ മാർഗത്തിനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം, യഥാർത്ഥ സത്യസരണി എന്നത് നാം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ വിശുദ്ധമാക്കപ്പെട്ട സത്യസരണി മഹത്തുക്കളായ താബിഈങ്ങളിലൂടെ നമ്മുടെ പൂർവീകന്മാർക്ക് കിട്ടുകയും ആ സത്യസരണിയെ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണമെന്ന സതുദ്ദേശത്തോടുകൂടി രൂപീകൃതമായ ഒരു പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ കടമ നിർവഹിക്കുന്നത് ഇസ്ലാമിന്റെ യഥാർത്ഥമായ സരണിയെ ദഅവത്ത് ചെയ്തുകൊണ്ടാണ്, അതിനെ പ്രബോധനം ചെയ്തുകൊണ്ടാണ്. ആ പ്രബോധനത്തിന് ഒരുപാട് മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മദ്രസകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ദർസുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, കോളേജുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റികൾ വരെ സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന 11,000-ഓളം മദ്രസകളും അതുപോലെ ആയിരക്കണക്കിന് അറബി കോളേജുകളും യൂണിവേഴ്സിറ്റികളും അങ്ങനെ സ്ഥാപിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ ദഅവത്ത് നമ്മുടെ മക്കളിലൂടെ നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മാർഗമാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ദഅവത്തിന്റെ ഒരു മാർഗം. ആ ദഅവത്തിന്റെ പല മാർഗങ്ങളും സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സുപ്രഭാതം എന്ന പത്രത്തിന്റെ പിറവിയുടെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്നത് നാം വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, സുപ്രഭാതം എന്നത് ഒരു സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് പോളിസിയിലൂടെ തുടങ്ങപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല. ഇത് പരിശുദ്ധ ഇസ്ലാം എന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അത് പൂർണ്ണമായി ഇവിടെ നിലനിൽക്കണം. ഈ സമുദായം ഖിത്തിന്റെ അവസാനം വരെ പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് ജമാഅത്തിന് ഒരു പോറലും ഏൽക്കാതെ കണ്ട് അതിവിടെ നിലനിൽക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ആ ദഅവത്തിന്റെ വിവിധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സുപ്രഭാതം എന്ന പത്രവും തുടങ്ങാൻ പ്രേരിപ്പിച്ചിരിക്കുന്ന ചേതോ വികാരത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സുപ്രഭാതത്തിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യമേ അല്ല എന്നത് വളരെ കൃത്യമായി ഇവിടെ പ്രത്യേകം പരാമർശിക്കപ്പെടുകയാണ്. സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. സുന്നത്ത് ജമാഅത്ത് നിലനിൽന്നെങ്കിൽ മാത്രമേ ഇവിടെ യഥാർത്ഥമായി ഇസ്ലാം നിലനിൽക്കുകയുള്ളൂ. യഥാർത്ഥമായി ഇസ്ലാം ഇവിടെ നിലനിൽക്കണം. യഥാർത്ഥമായി ഇസ്ലാം നിലനിൽക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യണം. അതിന്റെ മാർഗമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ പത്രം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു വലിയ സേവനമാണ്, ഇതൊരു വലിയ ദൗത്യമാണ്, ദഅവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമുദായം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത്. സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏക ലക്ഷ്യം സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം എന്നത് തന്നെയാണ്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഈ സുപ്രഭാതത്തിന്റെ പിന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട സമുദായം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഗൾഫിലേക്ക് ഇതിന്റെ സന്ദേശവുമായി വന്നപ്പോൾ പ്രിയപ്പെട്ട പ്രവാസികളായ ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും നല്ല പ്രവർത്തകരായ സുഹൃത്തുക്കൾ അത് ഇവിടെ നിർബന്ധമായും ഉണ്ടാവണമെന്നുള്ള ആ വലിയ ആഗ്രഹം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ മുഖേന പങ്കുവഹിക്കുകയും ചെയ്തപ്പോൾ അതിന് നേതൃപരമായ പങ്കുവഹിക്കാൻ സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ഒരുപാട് ഉമറാക്കളും കർമ്മരംഗത്ത് വന്നപ്പോൾ നമുക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഈ സുപ്രഭാതത്തിന്റെ പിറവിക്ക് വലിയ സഹായകമായിട്ടുണ്ട്. ഇത് അള്ളാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി നാം ചെയ്യുന്ന ഒരു വലിയ കടമയാണ്, ദൗത്യ നിർവഹമാണെന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് സുപ്രഭാതത്തിന്റെ ഓരോ വാർത്തയുടെയും പിന്നിൽ അംറും ബിൽ മഅറൂഫും വനഹിയുൻ അനിൽ മുങ്കർ എന്ന ആശയം നാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട MT ഉസ്താദ് പരാമർശിച്ചില്ലേ, ഒരു വാർത്ത കൊടുക്കുമ്പോൾ, നല്ല വാർത്ത കൊടുക്കുമ്പോൾ
ആ നല്ല വാർത്ത കേൾക്കുന്ന അവസരത്തിൽ അതിനെ പിന്തുടരാനുള്ള പ്രചോദനം കിട്ടത്തക്ക വിധത്തിലുള്ള പരാമർശങ്ങളും പദപ്രയോഗങ്ങളുമാണ് വാർത്തയിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നതാണ് ബഹുമാനപ്പെട്ട സുപ്രഭാതത്തിന്റെ പ്രധാനപ്പെട്ട പോളിസി. അതോടൊപ്പം തന്നെ ഒരു ചീത്ത വാർത്ത കൊടുക്കുകയാണെങ്കിൽ ആ ചീത്ത വാർത്തയുടെ അതിൻ്റെ വാക്കുകളും അതിൻ്റെ സെന്റൻസുകളും വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ചീത്ത പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രചോദനം നൽകത്തക്ക വിധത്തിലുള്ള സെന്റൻസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ വാർത്തകൾ പ്രസിദ്ധീകരിക്കേണ്ടത് എന്നാണ് സുപ്രഭാതത്തിന്റെ ഡയറക്ടർ ബോർഡ്, സുപ്രഭാതത്തിന്റെ മാനേജ്മെന്റ് അതിന്റെ വക്താക്കളോട് പ്രത്യേകം ഊന്നിപ്പറയുന്നത്. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ സത്യം നിലനിൽക്കണം. ആ സത്യത്തിനെ വേർതിരിച്ചറിയാൻ നമുക്ക് സാഹചര്യം ഉണ്ടാവണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുപഠിക്കാനുള്ള കണ്ണ് നൽകി, കേട്ടുപഠിക്കാനുള്ള കാത് നൽകി. ഈ കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും ഈ സത്യങ്ങളും അസത്യങ്ങളും ഏതാണെന്ന് വേർതിരിച്ചറിയുവാൻ നിങ്ങൾക്ക് അല്ലാഹു ബുദ്ധി നൽകി. ആ ബുദ്ധി ഉണ്ടായാൽ പോരാ, ഏതാണ് സത്യമെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവണം. ആ സംവിധാനമാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരിലൂടെ അള്ളാഹു ഇവിടെ നടത്തിച്ചിരിക്കുന്നത്. അതിന്റെ ശേഷം ആ അമ്പിയാക്കന്മാരുടെ അനന്തരന്മാരായ അൽ ഉലമാ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തരന്മാരായ പണ്ഡിതന്മാർ ആ ദൗത്യം നിർവഹിക്കണം. ആ ദൗത്യ നിർവഹണമാണ് ബഹുമാനപ്പെട്ട സമസ്ത സുപ്രഭാതത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഈ സമുദായം തയ്യാറാണ്. ഈ സമുദായം തയ്യാറാണ് എന്ന് ഞങ്ങൾ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സത്യത്തിന് വേണ്ടി, ഈ സത്യത്തെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ ദഅവത്തിന്റെ മാർഗമായി ഈ സുപ്രഭാതത്തെ നാം കാണേണ്ടതായിട്ടുണ്ട്. ആ രൂപത്തിൽ പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും നാം മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ സുപ്രഭാതം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും എത്തക്കത്തക്ക വിധത്തിൽ ഇത് വളർന്ന് വികസിച്ച് വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അത് വളർന്ന് വികസിച്ച് വന്നാൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ശബ്ദമാണ് ഇവിടെ വളർന്നു വരുന്നത്. ബഹുമാനപ്പെട്ട സമസ്തയുടെ ശബ്ദം ഇവിടെ നിലനിൽക്കണം. സമസ്തയുടെ ശബ്ദം നിലനിന്നെങ്കിലേ യഥാർത്ഥമായ ഇസ്ലാമിന്റെ മുഖം നമുക്കിവിടെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിത്തീരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ്. ഈ വിഷയം സമുദായം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സംരംഭം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണാർത്ഥത്തിൽ വിജയിപ്പിച്ചു തരും. അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത തുടങ്ങി വെച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ സമുദായം 100% അംഗീകാരം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത പറയുമ്പോൾ അത് സ്വീകരിക്കാൻ ഈ സമുദായം സദാ സന്നദ്ധമായിട്ടുണ്ട്. അത് തന്നെയാണ് മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും നല്ല മാതൃക എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ സുപ്രഭാതം ഗൾഫിൽ പ്രത്യേകമായിട്ട് നമുക്കിത് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ബന്ധുക്കളെയും എല്ലാം നാട്ടിലാക്കി നാം ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടിയാണ്. എന്നിരുന്നാലും നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ വളരെ വിലപ്പെട്ട സേവനങ്ങളാണ്. രാത്രി അന്തിയോളം ഒരുപാട് കഷ്ടപ്പെട്ട് പതിരാ സമയം വരെ നിങ്ങൾ ഇവിടെ ഇതിനു വേണ്ടി അധ്വാനിക്കുകയാണ്, നിങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഇതുപോലെയുള്ള ഒരുപാട് സംരംഭങ്ങൾക്ക് ബഹുമാനപ്പെട്ട പ്രവാസികൾ വളരെ അധികം മുന്നിട്ട് വന്നിട്ടുണ്ട് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും നമുക്ക് ഏറ്റവും വലിയ പിന്തുണയാൻ നിലനിൽക്കുന്നത് ബഹുമാനപ്പെട്ട പ്രവാസികളുടെ ആ ഒരു വലിയ കൂട്ടായ്മയാണ് എന്ന് നമ്മൾ എപ്പോഴും നന്ദിയോടുകൂടിയാണ് ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്തയുടെ മുശാവറയിലായിരുന്നാലും വിദ്യാഭ്യാസ ബോർഡിലെ യോഗങ്ങളിലായിരുന്നാലും ബഹുമാനപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രത്യേകം നാം ദുആ ചെയ്യുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട യൂസഫ് അലി പോലെയുള്ള മഹത്തുക്കൾക്ക് വേണ്ടി
നാം പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുന്നത് അവർ ചെയ്യുന്ന ആ സേവനത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട സംരംഭങ്ങളിൽ ഇതുവരെ ഒരുപാട് ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സഫാരി സാഹിബിനെ പോലെയുള്ള ഒരുപാട് ഉമറാക്കൾ ഇതിന്റെ മുമ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ നന്ദിപൂർവ്വം ഓർക്കുന്നതോടൊപ്പം അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇനിയും നമുക്ക് ദുആ ചെയ്യാം. നിങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാവിധത്തിലുള്ള നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് നമ്മുടെ ഈ സംരംഭം നമുക്ക് കൂട്ടായ്മയോടുകൂടി വിജയിപ്പിച്ചെടുക്കണം. അതിന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഒരുപാട് സർക്കുലറേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സംരംഭമായി ഇത് നിലനിൽക്കണം. ഒരുപാട് പരസ്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാവിധ സ്രോതസ്സുകളും കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ഈ പത്രത്തെ ഒരു വലിയ സംഭവമാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കപ്പെടുമ്പോൾ അതൊരു വലിയ സേവനമായി അള്ളാഹു സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇരു വീട്ടിലും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദര സഹോദരിമാർ, നമ്മുടെ മാതാപിതാക്കൾ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാവട്ടെ. അവരെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിച്ച് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം നിങ്ങളോട് എല്ലാവരോടും ദുആ ചെയ്യാൻ വേണ്ടി വിനീതമായി വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.